ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അതിന് പ്രധാനമായിട്ട് സിറിയയ്ക്കുള്ളിൽ ആദ്യമായിട്ട് യുഎൻ്റെ ഫോഴ്സ് ഇന്ന് ഒരു വിസിറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഇസ്രായേൽ ഈ ഒക്കുപ്പേഷനൊക്കെ കഴിഞ്ഞ് ഈ ബഫർ സോൺ ഏരിയയൊക്കെ മോണിറ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ യുനിഫിലിൻ്റെ ഒരു ട്രൂപ്പ് ഉണ്ട് ഈ ബഫർ സോൺ ഏരിയയിൽ. പക്ഷേ അവിടെ യുഎൻ്റെ ടീമുകൾ, അതായത് ഇത് നേതൃത്വ നിരയിലുള്ള ആൾക്കാർ സിറിയയ്ക്കുള്ളിൽ പോയിട്ട് അവിടെ ഒരു വിസിറ്റിംഗ് ഇതുവരെ നടത്തിയിട്ടില്ലായിരുന്നു ഒഫീഷ്യലി. അപ്പോൾ ആ ഒരു വിസിറ്റ് ഇന്ന് അവർ നടത്തിയിട്ടുണ്ട്. അതുപോലെ ഇറാഖിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ ഒരു 2 ആഴ്ചകളായിട്ട് തന്നെ അവിടെയുള്ള എണ്ണപ്പാടങ്ങൾ നിരന്തരം ആക്രമിക്കപ്പെടുന്നുണ്ട്. ഈ എണ്ണപ്പാടങ്ങളിൽ നിന്ന് അമേരിക്ക എണ്ണ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പം ഇറ്റലി ഹെക്സാമൊബിൽ എന്ന് പറഞ്ഞ കമ്പനി ഇപ്പം ഇറാഖിൻ്റെ എണ്ണപ്പാടങ്ങളുമായിട്ട് എഗ്രിമെന്റ് വെക്കാനുള്ള ഒരു തത്രപ്പാടിൽ മുന്നോട്ട് നീങ്ങുകയാണ്. കാരണം റഷ്യയുടെ ഓയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകണ്ട, അതിന് പകരമായിട്ട് അമേരിക്കൻ ഇൻഫ്ലുവൻസിൽ പ്രവർത്തിക്കുന്ന ഇറാഖിൻ്റെ ഉള്ളിലുള്ള എണ്ണപ്പാടങ്ങളുമായിട്ട് ഡീലിൽ ഏർപ്പെടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതായത് ഭാവിയിൽ, അതായത് ജോർജിയ മെലോണിയാണ് ഇതിൻ്റെ പുറകിൽ. ശരിക്കും ഭാവിയിൽ അമേരിക്ക ഇപ്പം ഇന്ത്യക്ക് എങ്ങനെയാണോ പ്രഷർ അപ്ലൈ ചെയ്യുന്നത് അതേപോലുള്ള ഒരു പ്രഷർ ഇറ്റലിയുടെ മേളിലും അപ്ലൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണക്കാക്കിക്കൊണ്ടാണ് അവർ ഈ രീതിയിൽ അമേരിക്കൻ സൈഡിൽ നിന്നും അതേപോലെ റഷ്യൻ സൈഡിൽ നിന്നും എണ്ണ ഒരേപോലെ വാങ്ങിക്കാനുള്ള ഒരു പ്ലാൻ, ഡബിൾ ഗെയിം. അതാണിപ്പം ഇറ്റലിയുടെ സൈഡിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ എണ്ണപ്പാടങ്ങളുടെ മേളിൽ നിരന്തരമായിട്ടുള്ള ആക്രമണം നടന്നതിനെ തുടർന്ന് വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ട് നല്ല രീതിയിലുള്ള കോപ്പറേഷൻ ഇറാഖിനുണ്ട് എന്ന് കരുതിക്കൊണ്ട് ഹെസ്ബുള്ളയും ഹൂത്തികളും ഈ 2 ടീമുകളും കൂടി ജോയിൻ്റ് ആയിട്ട് ആണ് ഈ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കുന്നത് എന്നുള്ളൊരു ആരോപണം ഇറാഖിൻ്റെ ഉള്ളിൽ ശക്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാഖ് എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇറാഖിൻ്റെ പ്രൈം മിനിസ്റ്ററിൻ്റെ സുഡാനിയുടെ ഒഫീഷ്യൽ പേജിൽ നിന്ന് തന്നെ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അതായത് ഈ ഹെസ്ബുള്ളകൾക്കും അതേപോലെ ഈ ഹൂത്തി ടീമുകൾക്കുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ്, അവരുമായിട്ട് ബന്ധപ്പെട്ട ഫണ്ടിങ് കാര്യങ്ങളെല്ലാം തന്നെ ഇറാഖ് ഫ്രീസ് ചെയ്യുകയാണ്. ഇനി അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫിനാൻഷ്യൽ ഡീലിങ്സും ഇല്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവന അത് പബ്ലിഷ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എക്സ്പോസ്റ്റിലാണ് ഇത് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഇത് പബ്ലിഷ് ചെയ്ത് ഒരു 12 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇറാഖിൻ്റെ പ്രൈം മിനിസ്റ്റർ സുഡാനി വന്നിട്ട് പറയുകയാണ്, ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും അറിയത്തില്ല, ഇത് അഡ്മിൻ എന്തോ അബദ്ധം പറ്റിയതാണ് എന്നുള്ള നിലയിലുള്ള ഒരു ഉരുണ്ടുകളിയാണ് നടത്തിയത്. കാരണം വേറെ ഒന്നുമല്ല, ഇറാഖ് ഒഫീഷ്യലി ഇത് പബ്ലിഷ് ചെയ്തതാണ്. പക്ഷേ പിന്നീട് ആക്രമണ ഭീതി, കാരണം ഇറാഖിൻ്റെ ഉള്ളിൽ ഒരുപാട് മിലീഷ്യ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ അവർ ശരിക്കും പറഞ്ഞാൽ ഇറാഖിനിട്ട് പണി കൊടുക്കും. അമേരിക്ക എല്ലാ കാലത്തും ഒന്നും ഇങ്ങനെ കണ്ണിൽ എണ്ണയൊഴിച്ച് ഇവർക്ക് ഇങ്ങനെ കാവൽ നിൽക്കില്ല. അമേരിക്ക തീർച്ചയായിട്ടും അവർക്ക് ഗുണകരമാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അത് അവർ പ്രൊട്ടക്റ്റ് ചെയ്യും. പക്ഷെ അതേസമയം ഇറാഖിൻ്റെ മേളിൽ ഒഫീഷ്യലി ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ വരുന്നു, അതും ഇറാഖിൻ്റെ ഉള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന മലേഷ്യ ഗ്രൂപ്പുകൾ ത്രൂ വരുന്നെങ്കിൽ ഈ അമേരിക്ക അത്ര പെട്ടെന്ന് ഇടപെടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പേടി ഇറാഖിന് തോന്നി. അപ്പോൾ അങ്ങനെ ഇറാഖ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പിൻവലിച്ചു. ഇല്ല, ഞങ്ങൾ അങ്ങനെ പണമിടപാടുകൾ സംബന്ധിച്ചുള്ള ഒരു രീതിയിലുള്ള സാങ്ഷൻസും ഹിസ്ബുള്ളയ്ക്കോ അല്ലെങ്കിൽ ഹൂത്തികൾക്കോ ഞങ്ങൾ വരുത്തിയിട്ടില്ല എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ആ 2 റിപ്പോർട്ടും ഞാനിവിടെ ടാഗ് ചെയ്യുന്നുണ്ട്. അവർ പ്രഖ്യാപിച്ച ടൈമിൽ വന്ന പത്രക്കുറിപ്പ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ അവർ പിൻവലിച്ച സമയത്ത് വന്ന പത്രക്കുറിപ്പ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇതേ വിഷയം തന്നെയാണ് പാകിസ്ഥാനിൽ സംഭവിക്കുന്നത്. പാകിസ്ഥാനിൽ അലീമ ഖാൻ എന്ന് പറഞ്ഞ ഇമ്രാൻ ഖാന്റെ സഹോദരി അസീം മുനീറിനെതിരെ ആഞ്ഞടിക്കുകയാണ് ചെയ്തത്. പക്ഷേ അത് ഒരു AI വീഡിയോ മാതൃകയിൽ സ്കൈ ന്യൂസിൽ അത് പുറത്തു വന്നായിരുന്നു. പക്ഷേ അത് വീഡിയോ എന്തും ആയിക്കോട്ടെ, പക്ഷേ വാർത്ത സത്യസന്ധമായിട്ടുള്ള വാർത്തയാണ്. അത് നമ്മൾ ഫർണിഷ് ചെയ്ത് അതിൻ്റെ ട്രസ്റ്റ് വരുത്തി ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയാണ് ആ വാർത്ത ചെയ്തിരിക്കുന്നത്. അതിൽ പല മീഡിയയിലും ഈ വീഡിയോ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് AI ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടുള്ള ട്രാൻസ്ലേഷൻ ആണെന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വാർത്തയിൽ ഫാക്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. ശരിക്കും പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഒരു കലാപന്തരീക്ഷം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വേർഡിങ്സ് ആണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെന്താണ് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പം 46 ലോ മേക്കേഴ്സ് ഇൻ അമേരിക്ക ഇവരെന്താണ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ അസീം മുനീറിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പരാതി, അതായത് പാകിസ്ഥാനിന് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രമാത്രം ഇളവുകൾ കൊടുക്കുന്നത്, പാകിസ്ഥാൻ ഒരു ജനാധിപത്യ രാജ്യമല്ല, അവർ ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് പെരുമാറുന്നത്, അത് ഇതിനു മുമ്പ് നടന്ന പ്രീവിയസ് ഇലക്ഷനിൽ തന്നെ തെളിഞ്ഞ കാര്യമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ജനാധിപത്യപരമായിട്ട് പിന്തുണച്ചിരുന്നത് ഇമ്രാൻഖാനെയാണ്. അയാളുടെ വോട്ട് മുഖവിലക്കെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ രാജ്യത്തിൻ്റെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ താല്പര്യങ്ങളെ മാനിക്കാതെ ഈ അസീം മുനീറിന്റെ കൂട്ടായ്മയിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു സർക്കാരാണ് അവിടെ ഉള്ളത്. അത് കംപ്ലീറ്റ്ലി ഡിക്റ്റേറ്റർ സർക്കാരാണ്. ഇപ്പം വീണ്ടും അസീം മുനീർ 10 വർഷത്തേക്ക് തുടരാനുള്ള പദ്ധതിയുമായിട്ട് അവിടെ ഒരു ആത്യന്തികമായിട്ടുള്ള ഒരു ഡിക്റ്റേറ്റർഷിപ്പിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാനെതിരെ സാങ്ഷൻസ് കൊണ്ടുവരണം, ഉപരോധങ്ങൾ എത്രയും വേഗം ഏർപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ വെച്ചിരിക്കുന്ന സ്ക്രീൻഷോട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും പേര് 46ഓളം MP ഒപ്പിട്ടുകൊണ്ട് ഈ ഒരു കത്ത് മാർക്കോ റൂബിയോയ്ക്ക് കൈമാറിയിരിക്കുകയാണ്. ഇതാണ് പാകിസ്ഥാനെ കുറിച്ച് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഡെവലപ്മെന്റ്സ്. ട്രംപ് ശരിക്കും പറഞ്ഞാൽ ട്രംപിന്റെ പേഴ്സണൽ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും
അതുപോലെ തന്നെ പാകിസ്ഥാനിൽ ട്രംപിന്റെ താല്പര്യങ്ങൾ നടപ്പിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് അസീം മുനീറിനെ പിന്തുണച്ച് മുന്നോട്ട് പോകുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഈ റെയർ എർത്ത് എലമെന്റ്സ് ആയിക്കോട്ടെ, ഈ മൈനിങ് കമ്പനികളെല്ലാം തന്നെ പ്രൈവറ്റ് കമ്പനികളാണ് അവിടെ ഇടപെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ട്രംപിന്റെ കുടുംബക്കാരുണ്ടെങ്കിൽ തന്നെയും ട്രംപിന് ഒരു പരിധിക്ക് കൂടുതൽ പാകിസ്ഥാൻ പോലത്തെ രാജ്യത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. പാകിസ്ഥാനെ കുറിച്ച് ഓപ്പറേഷൻ സിന്ദൂർ 2.0 എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഇന്ത്യ തുടരുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് പലർക്കും ഡൗട്ട് ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാരിഫിക്കേഷൻ ആയിരിക്കും ആ വീഡിയോ. അപ്പോൾ എന്തായാലും അടുത്ത് നമ്മൾ മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ ലെബനാൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവർ തമ്മിൽ ഒരു ചർച്ച നടന്നു. അപ്പോൾ അതിനെ ചൊല്ലി ഹെസ്ബുള്ള ടീമുകൾ ലെബനാന്റെ ഉള്ളിൽ ഭയങ്കര പ്രതിഷേധം, അവർ മഞ്ഞ കൊടിയും പൊക്കി അങ്ങ് ഇറങ്ങി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ലെബനാൻ ഒരിക്കലും ഇസ്രായേലുമായിട്ട് സന്ധി സംഭാഷണം നടത്താൻ പാടില്ല എന്നുള്ള നിലയിലുള്ള പ്രതിഷേധങ്ങളാണ് ലെബനാന്റെ ഉള്ളിൽ നടന്നത്. അതിനെ തുടർന്ന് ലെബനാൻ സർക്കാർ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്, അതായത് ഇസ്രായേലുമായിട്ട് ഞങ്ങൾ വെറും ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ ഐസൊലേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയല്ല ഏറ്റവും കൂടുതൽ അവിടെ ഫോക്കസ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഒരു സഹകരണം, വ്യാപാരം, അതിലുപരിയായിട്ട് അമേരിക്കയുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അവിടെ പോയത്. ഇതിൽ ഹിസ്ബുള്ള മാത്രമല്ല വിഷയം, മറ്റു പല വിഷയങ്ങളും അടങ്ങിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു കവറപ്പ് മെസ്സേജ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പോരാ. കാരണം എന്താ വെച്ചാൽ അവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇസ്രായേൽ എന്ത് ചെയ്ത്, നോർത്തേൺ ലെബനാന്റെ ഭാഗത്ത്, ലെബനാന്റെ നോർത്തേൺ സൈഡിൽ ഒരു ഇവാക്യുവേഷൻ ഓർഡർ പ്രഖ്യാപിച്ചു. ജസ്റ്റ് 30 മിനിറ്റ്സ് ടൈം കൊടുത്തു. അവിടെ നിന്ന് ആൾക്കാർ ഒഴിഞ്ഞു പോയോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പൊന്നും വരുത്തിയിട്ടില്ല. അവിടെ തുരുതര അറ്റാക്ക് ഇപ്പോഴും അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് ലെബനാന്റെ ഉള്ളിൽ. ഇനി നമ്മൾ നേരെ ഗാസയ്ക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഈ ടണലിന്റെ ഉള്ളിൽ നിന്നും മൊത്തത്തിൽ ഇപ്പോൾ ഒരു കണക്ക് പ്രകാരം ഇതിനകത്ത് എത്ര പേര് അകത്തുണ്ടായിരുന്നു നമുക്ക് അറിയില്ല എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതേസമയം റഫ ഭാഗത്ത് ടണലിന്റെ ഉള്ളിൽ ഒളിച്ചിരുന്ന ആൾക്കാരിൽ 40 പേരെ ഇസ്രായേൽ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. 40 പേര്. ഇനി അതിലുപരിയായിട്ട് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ ഗാസയ്ക്കുള്ളിൽ നടത്തിയിട്ടുണ്ട്. ഇതിൽ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ യാസർ അബു സബാബ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഈ യാസർ അബു സബാബ് എന്ന് പറഞ്ഞാൽ ഈ അൽ ഷബാബ് ഗ്രൂപ്പാണ്. ഈ അൽ ഷബാബ് ഗ്രൂപ്പ് ഗാസയ്ക്കുള്ളിൽ ഹമാസിനെതിരെ നിന്നിരുന്ന ഗ്രൂപ്പാണ്, ഹിസ്ബുള്ളയ്ക്ക് എതിരെ നിൽക്കുന്ന ഗ്രൂപ്പാണ്, പാലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദിന്റെ എതിരെ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പാണ്. ശരിക്കും ഈ അൽ ഷബാബ് ഗ്രൂപ്പും ഫണ്ടമെന്റലിസ്റ്റുകൾ തന്നെയാണ്. പക്ഷേ നിരന്തരം ഈ ഡോമിനേറ്റഡ് നിൽക്കുന്ന ഈ ഹമാസിന്റെ ക്രൂരതകൾക്ക് ഇരയാവേണ്ട സാഹചര്യം വരുന്നത് കൊണ്ട് തന്നെ അതിനെ എതിർത്തുകൊണ്ട് മതപരമായിട്ട് രണ്ടു കൂട്ടർക്കും സെയിം ആശയമാണെന്നുണ്ടെങ്കിലും ഈ ഹമാസ് ഗാസയ്ക്കുള്ളിൽ നടത്തുന്ന ചില കൊള്ളരുതായ്മകൾക്ക് എതിരെ പൊരുതാൻ വേണ്ടിയിട്ടാണ് ഈ അൽ ഷബാബ് ഗ്രൂപ്പ് ഉണ്ടായത്. ഈ ഗ്രൂപ്പ് ഉണ്ടായത് തനിയെ ഉണ്ടായതാണ്. പക്ഷേ അതിനെ ഇസ്രായേലിന്റെ ഗ്രൂപ്പാണെന്ന് പറഞ്ഞ് ലേബൽ ചെയ്യാനാണ് ഹമാസ് എല്ലാ കാലത്തും ശ്രമിച്ചിരുന്നത്. കാരണം അവർക്കെതിരെ നിലപാടെടുത്തതുകൊണ്ടാണ്. അതായത് അൽ ഷബാബ് ഗ്രൂപ്പ് ഹമാസിനെതിരെ നിലപാടെടുത്തതുകൊണ്ട് ഇവരെ ഇസ്രായേൽ ആർമിയോട് ചേർത്ത് വയ്ക്കാനാണ് ഹമാസിന് താല്പര്യം. ഇസ്രായേൽ ആർമി ഇവരെ സപ്പോർട്ട് ചെയ്തെന്ന് ചോദിച്ചാൽ യെസ്, ഗ്രൂപ്പ് അൽ ഷബാബ് ഗ്രൂപ്പിനെ രൂപീകരിച്ചത് ഇസ്രായേൽ അല്ല. പക്ഷേ അൽ ഷബാബ് ഗ്രൂപ്പിനെ ഇസ്രായേൽ സപ്പോർട്ട് ചെയ്തെന്ന് ചോദിച്ചാൽ യെസ്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം വാർ ഫീൽഡിൽ IDF ഉദ്യോഗസ്ഥരാണ് ഏറ്റവും കൂടുതൽ അവിടെ സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ IDF ഉദ്യോഗസ്ഥർ ഈ അൽ ഷബാബ് ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നില്ല. പക്ഷേ അതേ സാഹചര്യത്തിൽ ഇന്ന് യാസർ അബു അൽ ഷബാബ് എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഹി വാസ് എലിമിനേറ്റഡ്. അപ്പോൾ ഇത് എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഇപ്പോൾ ഇത് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇതിന്റെ ഉത്തരവാദിത്വം ഹമാസ് ഏറ്റെടുത്തിട്ടില്ല, ഇതിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുത്തിട്ടില്ല, ഇതിന്റെ ഉത്തരവാദിത്വം ഗാസയിൽ പ്രവർത്തിക്കുന്ന ഒരു ബ്രിഗേഡ് സംഘടനകളും ഏറ്റെടുത്തിട്ടില്ല. പക്ഷേ ഹിസ്ബുള്ളയും ഹമാസും ലഡു വിതരണം ചെയ്ത് ജിലേബിയൊക്കെ കഴിച്ച് ആഘോഷിക്കുകയാണ് ഇയാളുടെ മരണവാർത്ത അറിഞ്ഞതിൽ. ഇതാണ് സംഭവം. തീർച്ചയായിട്ടും ഇപ്പോൾ അൽ ഷബാബ് ഗ്രൂപ്പിൽ ഈ ഒരു വ്യക്തി മാത്രമല്ല, ഇനി അടുത്തടുത്ത ആൾക്കാർ വരും, അത് വേറെ കാര്യം. പക്ഷേ ഇതിലൊരു ഡൗട്ടുണ്ട്, ഇനി ഇസ്രായേൽ തന്നെയാണോ ഈ ഒരു വിഷയം ചെയ്തത്? കാരണം ഇനിയൊരു ഹമാസിനെ വളർത്തണ്ട, ഇനിയൊരു ഹമാസ് സംഘടനയെ പോലെ ഒരു സംഘടനയെ ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ പ്രൊട്ടക്ട് ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടാവാം. അങ്ങനെയും ചില വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും എന്താണ് സത്യം എന്നുള്ളത് നമുക്കറിയില്ല. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരുമ്പോഴത്തേക്കും ആ വിഷയത്തിൽ ക്ലാരിറ്റി തരാൻ ശ്രമിക്കുന്നതാണ്. നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഇനിയും ന്യൂയോർക്ക് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഡിസ്പൈറ്റ് മംദാനിയുടെ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ. അതായത് മംദാനി പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്ക ന്യൂയോർക്ക് വിസിറ്റ് ചെയ്താൽ ഞാൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് മംദാനി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് നോക്കി കാണണമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും മംദാനി അങ്ങനെ ഒരു വെല്ലുവിളി നടത്തിയ സ്ഥിതിക്ക്, അയാൾ വിജയിച്ച് മേയറായ സ്ഥിതിക്ക്, ട്രംപിൻ്റെ മുന്നിൽ പോയിട്ട് കൈയും കെട്ടി നിന്ന സ്ഥിതിക്ക് നെതന്യാഹു ന്യൂയോർക്കിൽ ഇറങ്ങി നെതന്യാഹുവിൻ്റെ പവർ എന്താണെന്നുള്ളത് കാണിച്ചിട്ട് മടങ്ങണം എന്നുള്ളൊരു താല്പര്യം നെതന്യാഹുവിനുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നെതന്യാഹു ന്യൂയോർക്ക് വിസിറ്റ് ചെയ്യാൻ വൈകാതെ തന്നെ, അതായത് വളരെ വൈകാതെ തന്നെ നെതന്യാഹു ന്യൂയോർക്ക് വിസിറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മംദാനിക്ക് പണിയായി. നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് വിലസി നടന്ന ആളാണ് മംദാനി. അപ്പോൾ ഇപ്പോൾ മേയറുമാണ്. നെതന്യാഹു ന്യൂയോർക്കിൽ ഇറങ്ങും. അപ്പോൾ മംദാനി ഇപ്പോൾ എന്ത് ചെയ്യും? അറസ്റ്റ് ചെയ്യുമോ എന്താണെന്നുള്ളതാണ് ഇപ്പോൾ നോക്കിക്കാണേണ്ടത്. ആയത്തുല്ല അലി ഖമനേയി, ഇറാൻ്റെ സുപ്രീം ലീഡർ,
കുറേ കാലമായി പുള്ളിയെ കണ്ടിട്ട്. അപ്പോൾ എന്തായാലും ഇന്നലെ പുള്ളി ട്വീറ്റിൽ ഒരു വാർത്ത പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ രാജ്യത്തിൻ്റെ സ്ത്രീകളെക്കുറിച്ചുള്ള കൺസെപ്റ്റ്, അവരെ നിങ്ങൾ പുഷ്പം പോലെ ഹാൻഡിൽ ചെയ്യണം. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പൂവിന് സമാനമാണ്, അവരാണ് ഹോം മേക്കേഴ്സ്, ഹോം മാനേജേഴ്സ്. അപ്പോൾ അവർക്ക് നിങ്ങൾ ഈക്വൽ റൈറ്റ്സ് കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് ഡയലോഗൊക്കെ പറഞ്ഞത്. ഇത് ശരിക്കും പറഞ്ഞാൽ വെസ്റ്റേൺ കൾച്ചർ ഡോമിനേഷൻ്റെ ഒരു പേടി. ഇറാനിനുള്ളിലുള്ള ജനങ്ങൾക്ക് വെസ്റ്റേൺ കൾച്ചർ താല്പര്യം ഭയങ്കര കൂടുതലാണ്. അതിൽ അവർ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ആൾക്കാരും കൂടിയാണ്. ഇതൊക്കെ മിഡിൽ ഈസ്റ്റ് മേഖലയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇറാനിയൻസ് എങ്ങനെയാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ, മറ്റുള്ള UAE, സൗദി അറേബ്യ പോലത്തെ രാജ്യങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് UAE, ബഹ്റൈൻ പോലത്തെ രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണ് ഇവർ അവരുടെ ഡ്രസ്സിങ് സെൻസ്, അവരുടെ കൾച്ചറൊക്കെ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഈ ഫോറിൻ രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് അവരുടെ വസ്ത്രധാരണ എന്നുള്ളതൊക്കെ വളരെ വ്യക്തമാണ്. എയർപോർട്ടിൽ വരുമ്പോഴേ ഇവർ ഈ പർദ്ദയൊക്കെ ഊരി അങ്ങ് കളഞ്ഞിട്ടാണ് വരുന്നത്. ആ രീതിയിൽ അവർ പ്രിപ്പയർഡ് ആയിട്ടായിരിക്കും വരുന്നത്. ആ രീതിയിലാണ് അവരുടെ ഡ്രസ്സിങ് സെൻസും കാര്യങ്ങളൊക്കെ. വളരെ മോഡേൺ ആയിട്ട് നടക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ് ഇറാനിയൻസ്. അപ്പോൾ അവിടെയാണ് ആയത്തുൽ ഖമനേയി ഇങ്ങനെ പർദ്ദയും ഇട്ട്, ഇത് മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇടുന്നത് പോലെ ചെറിയ പർദ്ദയൊന്നുമില്ല, വലിയ രീതിയിൽ വലിയ മുഖം, തല, കണ്ണിനൊക്കെ ഓട്ടയിട്ടുള്ള ആ രീതിയിലുള്ള പർദ്ദയാണ് അവിടെ ഇടുന്നത്. ശരിക്കും ബുർക്ക ഉൾപ്പെടെയുള്ളത്. കയ്യിൽ ഗ്ലൗസ് വരെ ഇട്ടിട്ടുണ്ടാവും, കറുത്ത ഗ്ലൗസ്. അങ്ങനെ നടക്കുന്ന രീതിയിലുള്ള നിയമമാണ് ഇറാൻ്റെ ഉള്ളിലുള്ളത്. ആ സാഹചര്യത്തിലാണ് ആയത്തുൽ ഖമനേയി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ കുറച്ച് ലിബറൽ ആവണം സ്ത്രീകളോട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്നാൽ പിന്നെ പർദ്ദ ഇടാതെ ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് പറ്റത്തില്ല. പർദ്ദ ഇടണം, അതെല്ലാം ചെയ്യണം. അതായത് സ്ത്രീകൾക്ക് ഫ്ലവർ എന്നുള്ളൊരു ഡെഫിനിഷൻ കൊടുക്കുമ്പോഴേ അവിടെ ഇക്വാലിറ്റി പോയി. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം സ്ത്രീകളെ ഈക്വലായിട്ട് ഡീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആണുങ്ങളും ഫ്ലവർ ആണോ? അതിൻ്റെ ഒരു അപ്പോൾ അതിനും ഒരു എക്സ്പ്ലനേഷൻ ആയത്തുൽ ഖമനേയി കൊടുക്കേണ്ടതാണ്. പെണ്ണുങ്ങളെ പൂക്കളെ പോലെ കാണണമെന്നുള്ളത് പണ്ട് തൊട്ടേ ഉള്ളൊരു കോൺസെപ്റ്റാണ്. ഈ പൂക്കളെ പോലെ കാണുന്നത് കൊണ്ടാണ് അവരെ പൊത്തി പൊത്തി ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ എഡ്യൂക്കേഷനും ഇമാതിരിയുള്ള കാര്യങ്ങളൊക്കെ കുറേ കാലങ്ങളായിട്ട് തടഞ്ഞു വെക്കപ്പെട്ടിരുന്നത്. ഇപ്പോഴാണ് കുറച്ചൊക്കെ അതിന് ഒരു മാറ്റം വന്നിട്ടുള്ളത്. വീണ്ടും ഇവരെ നിങ്ങൾ പൂക്കളെ പോലെ കാണണം, സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഇറാനിയൻസിനെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന രീതിയിലുള്ള ഡയലോഗാണെന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് ഇങ്ങനെ ഈ രീതിയിലുള്ളൊരു പൊതിഞ്ഞു മൂടിയ ഒരു ഡയലോഗാണ് പുള്ളിക്കാരൻ ട്വിറ്ററിലൂടെ പ്രചരിപ്പിച്ചത്. പക്ഷേ എന്തായാലും ഇറാനിയൻ ജനങ്ങൾക്ക്, മോഡേൺ ചിന്താഗതിയുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവും. അവിടെ നിന്ന് പലായനം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഇത് നിരന്തരം ഈ റിലീജിയസ് ലീഡേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ എല്ലാ കാലത്തും പറയുന്ന ഡയലോഗ്സ് തന്നെയാണ്. ഇത് പറഞ്ഞാണ് ജനങ്ങളെ പറ്റിക്കുന്നത്. ആ രീതിയിൽ തന്നെ ആയത്തുൽ ഖമനേയും തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും കുറേ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.